നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അടയുമീ പാപികൾ തനയരല്ലോ. നെടുവീർപ്പും കണ്ണീർ തനയരല്ലോ. അതിരില്ല നിന്ദയ വായ്പി ഭാവയുടെ പ്രതിഫലപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പകൽ നിലവിളിക്കുന്നു. കണ്ണുനീരി താഴെ അങ്ങേ പകൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ കല്യാണ കണ്ണോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതിരിയോ അറിയമേ. ആമേ. നമ്മുടെ സഭാമാതാവിനോട് ചേർന്ന് യാമപ്രാർത്ഥന ചൊല്ലുകയാണ്. വംശാപ്രാർത്ഥന. അച്ഛനിപ്പോൾ വരും, നിങ്ങൾക്ക് തുണയിക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്കൊന്ന് ചേർന്ന് യാമപ്രാർത്ഥന ചൊല്ലാം. നിങ്ങൾക്ക് നല്ല പരിശീലനം കിട്ടിയിട്ടുള്ള ഗ്രൂപ്പാണ് യാമപ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ അല്ലേ? പുസ്തകം കൊണ്ടുവന്നില്ല, എവിടെയും പുസ്തകം ആണ്. മൊബൈലിൽ ഉള്ളവരുണ്ടോ? എന്തെങ്കിലും മൊബൈലിൽ നിൽക്കാം. യാമപ്രാർത്ഥനയുടെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇത് സഭയുടെ പ്രാർത്ഥനയാണ്. സഭയുടെ പ്രാർത്ഥന ചൊല്ലുന്നത് ശിരസായ ഈശോയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ തല കൊണ്ടാണ് പ്രാർത്ഥന അല്ലേ? സഭയുടെ പ്രാർത്ഥനയും സഭയുടെ ശിരസാരാണ് ഈശോയാണ്. ഈശോയോട് ചേർന്നാണ്, ഈശോയാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോയോട് ചേർന്ന് നമ്മളും അതിൽ പങ്കുചേരുകയാണ്. അപ്പോൾ സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ വലിയൊരു ബോധ്യത്തോടെ വളരെ ഭക്തിപൂർവ്വം നമുക്ക് സ്വർഗീയ പിതാവിന് ഈ സായാഹ്ന ബലി അർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും ആത്മാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം ആത്മാവാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ഈ ഒരു സമയം നമ്മുടെ ഇടയിൽ ആത്മാവ് ശക്തമായി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതിസന്ധികളിൽ, ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളിലെല്ലാം നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ആത്മാവിനോട് ചേർന്ന് ഈ ഒരു സമയം നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. Sure.
വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഒരു സമയം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ പ്രതിസന്ധികളിൽ ആത്മാവ് ശക്തമായി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇരുകാരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ, ഹല്ലേലൂയ, ഈശോയേ, ആരാധന, ഈശോയേ, നന്ദി, ഈശോയേ, സ്തുതി, ഈശോയേ, ആരാധന. സോണിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ ഭാഗത്തുള്ള ഭവനത്തിലുള്ള മക്കളും വളരെ ഒരുമിച്ചുകൂടെ കൂടിയിരിക്കുന്നു. സിസ്റ്റർ ജയശ്രീ നമുക്ക് കുറേ ചിന്തകളെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പങ്കുവയ്ക്കും. കഴിഞ്ഞ ദിവസമാണല്ലോ ഒന്നാം സോണിനെ നടന്നിരുന്നു. അപ്പം നമ്മുടെ കുടുംബജീവിതവും വ്യക്തി ജീവിതത്തെ ഏറെ നല്ലതാക്കുന്ന, മെച്ചപ്പെടുത്തുന്ന നല്ല 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 ചിന്തകളാണ് സിസ്റ്റർ പങ്കുവയ്ക്കുക. നമുക്ക് തീർച്ചയായും സ്വീകാര്യമാണ്. നമ്മളത് ഉൾക്കൊള്ളുക. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ക്രൈസ്തവ ജീവിതം. നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മളിതിനെ വരുത്തി വയ്ക്കുന്നുണ്ട്. അതിന് ഒരു സന്തോഷം ഉണ്ടാകുന്നത് ഒരുമിച്ച് മനസ്സോടെ ഒരു വിശ്വാസം നമ്മൾ ആഘോഷിക്കുന്നവരാണ്. നമ്മൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇന്നലെയൊക്കെ എല്ലാവരുടെയും ഭവനങ്ങളിൽ കടന്നു വന്നു. നമ്മളെല്ലാവരുടെയും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ? ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെയാണ് എവിടെയും ആയിരിക്കേണ്ടത്. ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയില്ലേ? ആക്കിയില്ലയോ? ആക്കി അല്ലേ? ഏകപുത്രനെ നൽകിക്കൊണ്ട് അവൻ്റെ തിരുശരീര രക്തങ്ങളാൽ നമ്മുടെ പാപക്കറകളും ബന്ധനങ്ങളും എല്ലാം തകർത്ത് കളഞ്ഞ് നമ്മളെ സ്വതന്ത്രരാക്കിയതാണ്. അപ്പം നമ്മുടെ ഇനി എവിടെ പോയാലും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അനുഭവത്തിൽ വേണം നിൽക്കാൻ. പേടിച്ച് വരച്ച് നിൽക്കേണ്ടവരല്ല. ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും അതിൻ്റെ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ മുഖത്ത് എപ്പോഴും ഒളിവെട്ടണം. വേണ്ടേ? വേണം. അപ്പം സന്തോഷമാണോ? സന്തോഷമാണോ? അല്ലല്ലേ? ആരോട് പറഞ്ഞില്ല. നമുക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകും എന്നാണ് പൂർണ്ണതീർച്ചയായും പറയുന്നത് അല്ലേ? ചില പ്രസംഗം കേട്ടിട്ടാണല്ലോ. സന്തോഷമാണെന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകും, സന്തോഷമല്ല എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി സന്തോഷമാണ്, നമുക്ക് സന്തോഷമാണ് അല്ലേ? ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയാനാണ് ചെന്നത്. അപ്പം നമുക്ക് സന്തോഷമാണ്. നമ്മൾ സന്തോഷമായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് സന്തോഷം ഉണ്ടാകാനാണ് പുത്രനെ ഇങ്ങോട്ട് അയച്ചു തന്നു അല്ലേ? ഈശോ പറഞ്ഞു, ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിലാവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവാനും വേണ്ടിയാണ്. അപ്പോൾ ഈശോയുടെ വചനങ്ങൾ നമ്മുടെ സന്തോഷത്തെ പൂർണ്ണമാക്കാനുള്ളതാണ്. പൗലോസ് ആവർത്തിച്ച് പറയും, നിങ്ങൾ സന്തോഷിക്കുകയും, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുകയും. അപ്പോൾ നമുക്ക് സന്തോഷമുള്ളവരാണ്. നമ്മളൊരു തീർത്ഥാടനത്തിലാണ് അല്ലേ? പ്രത്യാശയുടെ തീർത്ഥാടകൻ. എങ്ങോട്ടാണാവും ഈ തീർത്ഥാടനം? പാറപ്പള്ളിയിലേക്കാണ്. പിന്നെ സ്വർഗത്തിലേക്കൊരു തീർത്ഥാടനം അല്ലേ? ഇടയ്ക്ക് വിശ്വ സ്ഥലത്തൊക്കെ പോക്കോ, വിശ്വ നാട് സന്ദർശിക്കുകയോ പാറപ്പള്ളിക്ക് തീർത്ഥാടനം നടത്തുകയോ ഉത്സവം നടത്തുകയോ എന്ത് വേണം ചെയ്യാം. പക്ഷേ ഈ തീർത്ഥാടനമെല്ലാം നമ്മളെ അവസാനം എത്തിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതാണ് സ്വർഗം. സ്വർഗത്തിൽ ആരാ ഉള്ളത്? ഇതിലുണ്ടോ? ദൈവം. ഈശോയും മാലാഖമാരുണ്ട്. എൻ്റെ കൊച്ചിന് ഇച്ചിരി തെളിവുണ്ട്. ഈശോയും മാലാഖമാരും മാത്രമല്ല, അവിടെ സകല വിശുദ്ധരുമുണ്ട്, പരിശുദ്ധ തൃത്വമുണ്ട്, നമ്മുടെ പൂർവികരൊക്കെ ഉണ്ട്. നമ്മളിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ പൂർവികരൊക്കെ ഉണ്ട് അവിടെ ഈ സ്വർഗത്തിൽ. അപ്പോൾ അവിടെ ചെല്ലാൻ വേണ്ടിയില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നാണ്. അപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരുടെയും പൂർവികർ സ്വർഗത്തിൽ ഇതിനോടകം ചെന്നിട്ടുണ്ട്. അല്ലാത്തൊരു വേഗം പ്രാർത്ഥിച്ച് കയറ്റി വിടുക അല്ലേ? നമ്മൾ തീർത്ഥാടനം പോകുന്നതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ജപമാല അല്ലേ? ബാക്കിയെല്ലാം വീട്ടിൽ വെച്ചിട്ടാണല്ലോ പോകുന്നത്. സ്വർഗം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുമ്പോഴും മിനിമം ലഗേജ് മതി. ഭാരങ്ങളൊക്കെ ആരെ കൊടുക്കണം? ഭാരങ്ങൾ ഏറ്റെടുക്കാൻ ഒരാളെങ്കിൽ വന്നു നമുക്ക് വേണ്ടി. ആരാണ്?
ചെവിക്കലും കേൾക്കും പിന്നെ പോയി. ഈശോ നമ്മുടെ ഭാരങ്ങളെല്ലാം ഏറ്റെടുത്തു. നമുക്കൊരു പ്രശ്നമുള്ളത്, നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെന്ന് പറയും, ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്ന് പറയും, തപസ് ധ്യാനം നടത്തും, എല്ലായിടത്തും കൊണ്ട് ഈശോയെ കൊടുത്തേച്ച് തിരിച്ചു വരാൻ ഇത് എടുത്തോണ്ടിരിക്കും. മുടിയിലേക്ക് എപ്പോഴും നമ്മുടെ കൂടെയാണ്, അതുകൊണ്ട് കളയുന്നില്ല, കൊടുക്കുന്നില്ല. അതുകൊണ്ടല്ലേ എത്ര വർഷം എത്ര സ്ഥലത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ആകുലകളും ഉത്കണ്ഠകളും ഒക്കെ കുറഞ്ഞിട്ടുണ്ടല്ലേ? ഉണ്ടോ? കുറഞ്ഞ യാത്ര സുഗമമാക്കാൻ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ദുഃഖങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും അസ്വസ്ഥതകളും പാപങ്ങൾ പോലും അവൻ്റെ പാദത്തിൽ അർപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ഒരുമിച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മളെപ്പോലെ പാഴ്വാക്ക് പറയുന്നവനല്ല ഇത് പറഞ്ഞത്, വാക്ക് നിറവേറ്റുന്നവനാണ് പറഞ്ഞത്. അതുകൊണ്ട് ധൈര്യത്തോടെ നമ്മുടെ അധ്വാന ഫലം, അധ്വാനം, ക്ലേശങ്ങൾ, ദുഃഖങ്ങളെല്ലാം അവൻ്റെ പാദത്തിൽ കൊടുത്തുകൊണ്ട് വേണം ഈ തീർത്ഥാടനം നടത്താം. ഈ തീർത്ഥാടന വഴിയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട വെള്ളവും ആഹാരമൊക്കെ നമ്മൾ കരുതും അല്ലേ? സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ ഉണ്ടോ കയ്യിൽ? ഭക്ഷണമൊക്കെ ഉണ്ടോ കയ്യിൽ? ഉണ്ടല്ലേ? കപ്പ ബിരിയാണിയാണോ? പിന്നെ കോഴി ബിരിയാണി അല്ലേ? ആ, ഈ കപ്പ ബിരിയാണി കോഴി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോയാൽ യാത്ര വളരെ ക്ലേശകരമായി. അതെപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ആ യാത്രയിൽ നമുക്കുള്ള ഭക്ഷണം അത് ഈശോ തന്നെ തന്ന ഭക്ഷണമാണ്. എന്താണത്? അവൻ്റെ തന്നെ തിരുശരീരവും രക്തവും. വിശുദ്ധ കുർബാന നമുക്ക് മാത്രമുള്ളൊരു ഭാഗ്യമാണ്, ഈ സ്വർഗീയ അപ്പം ഭക്ഷിക്കാനുള്ള ഭാഗ്യം. ഒരാൾക്കുണ്ടോ? ഈ ഭാഗ്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു, അല്ലെങ്കിൽ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗതികേട്. നയാ പൈസ ചെലവില്ലാതെ ദൈവപുത്രൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് അല്ലേ, എല്ലാ സെക്കൻഡിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ബലി അർപ്പിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ ലോക മുഴുവനുള്ള അൾത്താരകളിൽ ഈശോ തന്നെ ഭക്ഷണമായി നമുക്ക് നൽകുന്നു. എന്തുമാത്രം തീക്ഷ്ണതയുണ്ട് ഈ ഊർജം സമാഹരിക്കാൻ. കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ ഇൻവേർട്ടർ റെഡിയാക്കും, ഊർജം സമാഹരിച്ച് കിട്ടുന്ന ഭക്ഷണം സ്റ്റോറിൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്യും ഇല്ലേ? കുറേ ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് പല പല പൊതികളായിട്ട് നമ്മളിതിനെ പാകം ചെയ്ത് റെഡിയാക്കി വെക്കും. സ്വർഗീയ യാത്രയിൽ ആത്മാവിൻ്റെ ഭക്ഷണം സ്വീകരിക്കാനും അതിൻ്റെ ശക്തി നുകരാനും എന്തുമാത്രം താല്പര്യവും ശ്രദ്ധയും നമുക്കുണ്ട് എന്നത് ചിന്തിക്കുന്ന കാര്യമല്ലേ അല്ലേ? ഈ ഫേസ്ബുക്കിലെ കിലോമീറ്റർ കാണും. ഡെയിലി അവിടം വരെ നടന്നു പോയി അവർ വിധി അഭ്യസിച്ചു. കാരണം ഒന്നും വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു. നമുക്ക് 2 കിലോമീറ്ററിനുള്ളിൽ ഈശോനാഥൻ പ്രഭാതത്തിൽ തന്നെ ഭക്ഷണമാക്കി ഒരുക്കി വെച്ചിട്ട് വാ മക്കളെ വന്ന് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കച്ചെലവോടെ ഒന്നുകൂടെ തിരിഞ്ഞു കിടക്കും. എന്നിട്ട് പിന്നെ നമ്മൾ പോയിരുന്ന് സർവ്വരൂപത്തിൻ്റെ മുമ്പിൽ തിരികെ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയേക്കാളൊക്കെ എത്രയോ 1000 മടങ്ങ് 10000 മടങ്ങ് വിലയുണ്ട് ഒരു ബലിയർപ്പണത്തിനെന്നറിയാമോ? കാരണം ബലിയർപ്പിക്കുന്ന ആരാണ്? ദൈവപുത്രനാണ്. പിതാവിൻ്റെ ഏകജാതനാണ് ഈ ബലിയർപ്പിക്കുന്നത്. ഓരോ ദിവസവും അൾത്താരയിൽ അതിന് പിതാവ് കൽപ്പിക്കുന്ന വിലയെന്ന് പറയുന്നത് വില എന്തുമാത്രം ക്ലേശം അനുഭവിച്ച് നുറേന ചെല്ലാൻ പോകുന്നു. ആ നുറേനയ്ക്കൊക്കെ യോഗ്യതയുണ്ട്, ഇത് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ യോഗ്യത നമുക്ക് എന്തുമാത്രം വ്യത്യസ്താവസ്ഥയുണ്ടോ അത്രയേ ഉള്ളൂ.
നമ്മൾ വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ യോഗ്യത നമുക്ക് കിട്ടും. പക്ഷെ ബലിയർപ്പിക്കുമ്പോൾ കിട്ടുന്ന യോഗ്യത നമ്മുടേതല്ല, അത് ഈശോയുടെ യോഗ്യതയാണ്. അതുകൊണ്ട് ബലിയർപ്പിക്കാനുള്ള അവസരം നോക്കിയിരുന്ന് പ്രയോഗിക്കും. അവരാണ് ബുദ്ധിയുള്ള വിവേകമുള്ള കന്യകമാർ. അവിടെ എപ്പോഴും എഴുതുന്ന മണവാട്ടിയമ്മ. എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇപ്പം ദൈവപുത്രൻ്റെ ഈ തിരുശരീര രക്തങ്ങൾ അത് ബലിയർപ്പണത്തിൽ പങ്കുകാരാവാനും അത് സ്വീകരിക്കാനുമുള്ള ഒരു ആവേശം ഈ തീർത്ഥയാത്രയിൽ നമ്മുടെ ഊർജമാണ്. എൻ്റെ അച്ചാച്ചൻ്റെ 5-6 പ്രാവശ്യം സ്വീകരിച്ചിട്ടുണ്ട്. 1.5 വർഷം തളർന്നു കിടന്നതിൻ്റെ ഇടെ പല പ്രാവശ്യം സീരിയസ് ആകുമ്പോഴെല്ലാം നമ്മളിതുകൊണ്ട് ഇല്ല മനുഷ്യൻ. അതിന് സമയവും ഇല്ല, സ്ഥലവും ഇല്ല, കാലവും ഇല്ല. ഇത് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം സാത്താൻ വളരെ വിജിലൻ്റാണ്. പറയും അത്ര എഫക്റ്റാണ് ഈ വചനത്തിന്. ഒത്തിരി ഉദാഹരണം എനിക്ക് പറയാനുണ്ട്. പാലായിലൊരു പയ്യൻ പെട്ടെന്ന് മനസ്സൊന്നുകൊണ്ട് പറയാം, ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനിച്ചു. അത്ര സ്നേഹമാണ്. ഇവർ വന്ന പ്രശ്നം സ്വീകരിക്കാൻ നമ്മൾ ഒട്ടും പേടിക്കുകയോ മടിക്കുകയോ ചെയ്യേണ്ടതില്ല. അവർക്ക് കിട്ടിയിരുന്ന ഒരു വലിയ കൃപയാണ്. ഇത് പറഞ്ഞ് ആശീർവാദം തന്നിരുമ്പോൾ അവർ പറഞ്ഞെല്ലാം മറന്നു പോകും. പിന്നെ പുറത്തിറങ്ങി കഴിയുമ്പോൾ അച്ഛനെല്ലാം വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പാപം മറച്ചു വയ്ക്കുകയോ പറയാതിരിക്കുകയോ ചെയ്യരുത്. ഇനി വേറൊരു പ്രശ്നം, ഞാൻ യൂത്തിനെ ഇങ്ങനെ പറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഏതാണ്ട് 1.5 മണിക്കൂറിന് മേളിൽ നമ്മൾ വളരെ വിശിഷ്ടമായ സമൃദ്ധമായ വിഭവങ്ങളോട് കൂടിയ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഈ ഒരു വർഷം മുഴുവൻ വചനം മാംസമായി തീർന്ന ഈശോയുടെ ജനനത്തിൻ്റെ 2025 ജൂബിലി വർഷം ആചരിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരായി തീർന്ന നമ്മളോട് തീർത്ഥാടനത്തിൽ എന്തൊക്കെ കരുതണം, എപ്രകാരം വചനത്തിൽ നമ്മൾ ജീവിക്കാൻ കഴിയണം, നമുക്ക് അതിനു വേണ്ട വിശുദ്ധ കുർബാനയും കുമ്പസാരവും മറ്റ് കാര്യങ്ങളും എപ്രകാരം നാം ഉപയോഗിക്കണം, നമുക്ക് വേണ്ട ഡിവൈൻ ടേബിളും ഡയലോഗ് ടേബിളും ഡൈനിങ് ടേബിളും ഒക്കെ എപ്രകാരം നാം ക്രമീകരിക്കണമെന്നൊക്കെ വളരെ സരസമായ രീതിയിൽ, അല്പം പോലും നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഈ ഒരു അവസരം വളരെ ആത്മീയമായ വളർച്ചയ്ക്ക് നമുക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയും നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. നമുക്കറിയാം, എല്ലാ വർഷവും നമ്മൾ സോൺ തലത്തിൽ റാലികൾ സംഘടിപ്പിക്കാറുണ്ട്, ഇടവക ദിനം വളരെ ശക്തമായി ആഘോഷിക്കാറുണ്ട്. ഈ വർഷം നമ്മുടെ പള്ളിയുടെ നവീകരണ പ്രവർത്തനവും പട്ടം സ്വീകരണവും ഒക്കെ പ്രധാനിച്ച് നമ്മൾ ആ സോൺ തല കാര്യങ്ങൾ വളരെ കുറച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വികാരിയച്ഛൻ നമ്മൾക്ക് അതിസമർത്ഥമായ വിഭവമായ ഇത്തരം ഒരു വേദി ഒരുക്കി തരുന്നതിന് വേണ്ടി ഈ സിസ്റ്റേഴ്സിനെ നമ്മുടെ ഇടവകയിലേക്ക് ക്ഷണിച്ചു. അതിൽ നമ്മൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾ എപ്പോഴും കൃതജ്ഞതയുള്ളതായിരിക്കണം. നമ്മുടെ വികാരിയച്ഛനോട് നമുക്കറിയാം, നമ്മുടെ ഇടവകയിൽ നമ്മളുടെ ഓരോ കൂട്ടായ്മയോടും ഓരോ ഇടവക അംഗത്തോടും ഇത്രമാത്രം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വികാരിയച്ഛന് നമ്മളുടെ ഇടവകയുടെ നമ്മുടെ കൂട്ടായ്മകളുടെ സോൺ 2 പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ ഇടവകയിൽ അവരുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സ് അവരുടെ
കോൺഗ്രിഗേഷനുകളിൽ 2-3 കോൺഗ്രിഗേഷനിൽ നിന്നുള്ള സിസ്റ്റേഴ്സാണ് CMC കോൺഗ്രിഗേഷനിലെ അവരുടെ ലീഡ് ചെയ്യുന്നെങ്കിലും 3-4 കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. പല വീടുകളിലും വന്നു. അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളിൽ കുറേ പേരൊക്കെ നമ്മളെല്ലാവരും നേരിട്ട് കണ്ടു. മറ്റ് സോണുകളിലേക്ക് അവർ ഇനിയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം അവരുടെ ഇതിനു മുമ്പും സിസ്റ്റേഴ്സിൻ്റെ നമ്മുടെ സഭയോടുള്ള പ്രവർത്തന പരിധികൾ നമുക്ക് അവർണ്ണനീയമാണ്. അവർ നടത്തുന്ന ആതുരാലയങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് സന്തോഷിച്ചറിഞ്ഞാണ്. എന്നാൽ ഈ വർഷം ജൂബിലി വർഷമാണെങ്കിൽ അടുത്ത വർഷം സഭ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് ആധ്യാത്മികതയിൽ, അതല്ലെങ്കിൽ നമ്മുടെ സഭയിലെ പുനരുദ്ധാരണം വളർച്ചയും നടക്കുവാൻ വേണ്ടി ഒരു പുനരുദ്ധാരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സഭാ ശാസ്ത്രീകരണ വർഷമായി സഭ 2026 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സഭാ ശാസ്ത്രീകരണത്തിന് നമ്മുടെ കുടുംബങ്ങൾ തുടക്കം ശാസ്ത്രീകരിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഈ സിസ്റ്റേഴ്സ് നമ്മുടെ വീടുകളിൽ വന്ന് അവരുടെ കഷ്ടപ്പാടുകൾ നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്നത് വളരെ ചെറുപ്പമായിട്ടുള്ള സിസ്റ്റേഴ്സ് ആണെങ്കിലും വളരെ പ്രായമായ സിസ്റ്റേഴ്സ് വരെ അവരുടെ കൂട്ടത്തിലുണ്ട്. 75-78 വയസ്സുള്ള സിസ്റ്റേഴ്സൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും അവഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർ കാട്ടിത്തന്ന ആ വഴികൾക്ക് നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ, നമ്മുടെ കൂട്ടായ്മകളുടെ പേരിൽ, സോൺ 2-ൻ്റെ പേരിൽ, നമ്മുടെ ഇടവകയുടെ പേരിൽ, വികാരിയച്ഛൻ്റെ പേരിൽ ഞങ്ങൾക്കുള്ള ഏറ്റവും ഹൃദയമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇന്നലെയൊക്കെ നിങ്ങളെല്ലാവരുടെയും ഭവനങ്ങളിൽ കടന്നു വന്നു. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും സന്തോഷങ്ങളൊക്കെ നിങ്ങളവരോട് പങ്കുവച്ചിട്ടുണ്ട്. അറിയാമല്ലോ, നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അത് കുറേ എല്ലാം നമുക്കൊരു ഇസ്ലാമയുടെ ക്ലാസ് നമ്മളെ സഹായിക്കും. ഇവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രത്യേക പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ കൂട്ടായ്മ പങ്കെടുക്കാം. ഞാനിവിടെ മുഴുവൻ നേരം കാണില്ല. പള്ളിയിൽ എനിക്ക് തിരിച്ചു പോകാൻ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. പള്ളിയുടെ നമുക്കറിയാവുന്ന നവീകരണം നടക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് എല്ലാവരും കൂടി പ്രത്യേക മോൻസിയെ ഓർക്കും. നന്ദിയോടെ മോൻസി കുടുംബവും നമുക്ക് ഈ ഭവനത്തിൻ്റെ ഈ സുന്ദരമായ അന്തരീക്ഷം വിട്ടു നൽകി നമ്മളെ സ്വാഗതം ചെയ്തു. നമുക്ക് ഇവിടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും പിന്നെ നമ്മുടെ സ്മോൾ ലീഡർ സാറുണ്ട്. Stay alive, to the place you
ശക്തമായി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഇടയിലേക്ക് നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സ് നമ്മുടെ കോൺഗ്രിഗേഷനുകളിൽ 2-3 കോൺഗ്രിഗേഷനിൽ നിന്നുള്ള സിസ്റ്റേഴ്സാണ് CMC കോൺഗ്രിഗേഷനിലെ അവരുടെ ലീഡ് ചെയ്യുന്നെങ്കിലും 3 കോൺഗ്രിഗേഷൻ 3-4 കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ പല വീടുകളിലും വന്നു. അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളിൽ കുറേ പേരൊക്കെ നമ്മളെല്ലാവരും നേരിട്ട് കണ്ടു. മറ്റ് സോണുകളിലേക്ക് അവർ ഇനിയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ തീർത്ഥാടനത്തിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ തീർത്ഥാടനം പോകുന്നതാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ജപമാല പ്രദർശനം നടത്തി പാറപ്പള്ളിയിലേക്ക്. തീർത്ഥാടനത്തിന് പോകുമ്പം നമുക്ക് വേണ്ട സാധനം കിട്ടി വെച്ചാണോ പോകുന്നത്? 2 പെട്ടിയും ഒരു ബാഗും ഒക്കെ തയ്ച്ചാണോ തീർത്ഥാടനം പോകുന്നത്? അല്ല, മിനിമം ലഗേജേ ഉണ്ടാവും അല്ലേ? നമ്മുടെ പൂർവികരൊക്കെ ഉണ്ട്. നമ്മളിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ പൂർവികരൊക്കെ ഉണ്ട് അവിടെ ഈ സ്വർഗത്തിൽ. അപ്പോൾ അവിടെ ചെല്ലാൻ വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളിലാവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവാനും വേണ്ടിയാണ്. അപ്പോൾ ഈശോയുടെ വചനങ്ങൾ നമ്മുടെ സന്തോഷത്തെ പൂർണ്ണമാക്കാനുള്ളതാണ്. പൗലോസ്ലീഹ ആവർത്തിച്ച് പറയും, നിങ്ങൾ സന്തോഷിക്കുവേൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവേൻ. അപ്പോൾ നമുക്ക് സന്തോഷമുള്ളവരാവാം. നമ്മളൊരു തീർത്ഥാടനത്തിലാണല്ലേ? പ്രത്യാശയുടെ തീർത്ഥാടകർ. എങ്ങോട്ടാണാവോ ഈ തീർത്ഥാടനം? പാറപ്പള്ളിയിലേക്കാണോ? പിന്നെ ഏകപുത്രനെ നൽകിക്കൊണ്ട് അവൻ്റെ നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വസിക്കായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മൾ ഒരാളെ വിട്ടുപോയി. നമുക്കറിയാം, നമുക്ക് സൗണ്ടും ലൈറ്റും ഒക്കെ വെളിച്ചവും ഒക്കെ തന്ന് ഇത്രയും സമയമാക്കിയ നമ്മുടെ അച്ഛൻ സൗണ്ട്സിനെ അച്ഛനെ ഞാൻ മറന്നുപോയതാണ്. ഒരിക്കൽ സമയം ചോദിച്ചുകൊണ്ട് അച്ഛനെ പ്രത്യേകം നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുകയാണ്. ഈ ഭവനം നമുക്ക് ഇവിടെ അനുവദിച്ച് ഇത്രയും സൗകര്യമായി ഒരുക്കി തന്ന ഈ ഭവനത്തിലെ മോൻസി ചായനും കുടുംബാംഗങ്ങളൊക്കെ, മോൻസി ചായൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, മോനെ അതൊക്കെ മോൻ പോയി ചെയ്തു, എന്ത് കാര്യത്തിനും അത് ഞാനല്ല. അങ്ങനെ മോൻസി ചായൻ എല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ചുകൊണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കാര്യമായി പറഞ്ഞ് ഈ ഭവനം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന മോൻസി ചായനെ നമുക്ക് പ്രത്യേകം ഓർക്കാം. മോൻസി ചായൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ എല്ലാവർക്കും നമ്മളുടെ ഈ സോൺ 2 കൂട്ടായ്മകളുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്തുക എന്നത് നമുക്കറിയാം. ഈ കൺവെൻഷൻ ഇത്രയും ഭംഗിയായി നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മൾ ഓരോരുത്തരുമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മളുടെ സോൺ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ മികച്ചു നിൽക്കുന്ന ഒരു സോൺ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ഇത് 3ാമത്തെ വർഷമാണ് സോൺ ലീഡറായിട്ട്. 3 വർഷം കഴിഞ്ഞു. ഇനിയും ചിലപ്പോൾ അടുത്ത സോൺ ലീഡർ വരെ ആകാനാണ് സാധ്യത. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് എനിക്ക് ബോധ്യമായ ഒന്ന്, നമ്മുടെ സോണിൽ വളരെ ശക്തമായ മറ്റെല്ലാ സോണിനേക്കായാലും നല്ലതൊക്കെ പല വാർഡുകളിൽ പോലും ആളുകൾ കുറവാണെങ്കിലും വീടുകളിൽ കുട്ടികൾ പല വാർഡുകളിലും തീരെയില്ലെങ്കിലും നമ്മുടെ സോണിലെ പ്രവർത്തനം, അത് റാലിയിലായാലും കഴിഞ്ഞ വർഷം കരോൽഗാന മത്സരങ്ങളിൽ മറ്റ് മത്സരങ്ങളിലായാലും നമ്മുടെ പ്രവർത്തനം വളരെ ശക്തമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇടയും പങ്ക് വളരെ വിശിഷ്ടവുമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പങ്ക് കൊണ്ടും ശ്രേഷ്ഠമായ പ്രവർത്തനം കൊണ്ടും മാത്രമാണ് നമുക്ക് അപ്രകാരം ഇത്ര നല്ല രീതിയിൽ നമ്മുടെ സോൺ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇവിടെ കടന്നു വന്നവർക്കും കടന്നു വരാൻ സാധിക്കാതെ നമ്മുടെ വീടുകളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ സോണിൽപ്പെട്ട എല്ലാവർക്കും അഗൈതവുമായ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന അർപ്പിക്കുന്നതിന് വേണ്ടി സിസ്റ്റേഴ്സിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ മറന്നുപോയതാണ്.
ഒരു സമയം വെച്ചുകൊണ്ട് അച്ഛനെ പ്രത്യേകം നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുകയാണ്. ത്രിയേക ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏറെ സ്നേഹത്തോടെ ഈ സോണിലെ എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വെക്കുകയാണ്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലെ പോവുക. ദിവ്യകാരുണീശോയെ, അങ്ങയുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് ഈ ഭവനങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ കടന്നു ചെന്ന ഓരോ ഭവനത്തെയും അവരുടെ നിരവധിയായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കുകയാണ്. കർത്താവെ, പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് ഇതിൽ. ഒത്തിരി തുറവിയോടെ തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവച്ചവരുണ്ട്, തുറന്ന് പറയാതിരുന്നവരുണ്ട്. ഈശോയെ, എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. ഓരോരുത്തരിലേക്കും അങ്ങയുടെ കൃപ ധാരാളമായി വർഷിക്കണമേ. മറ്റാരെക്കാളും ഞങ്ങളെ മനസ്സിലാക്കുന്ന, ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നവനായ തമ്പുരാനെ, മാതാപിതാക്കളെയും ഒറ്റയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കളെ, വിധവകളായി കഴിയുന്നവരെ, മക്കളില്ലാത്ത ദമ്പതികളെ, വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളെ, കുട്ടികളില്ലാത്തവരെ എല്ലാവരെയും ചേർത്ത് വയ്ക്കുകയാണ്. ഈശോയെ, ഇവരുടെ എല്ലാം ജീവിതത്തിലേക്ക് നീ ഇടപെടണമേ. രോഗത്താൽ വേദനിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. കർത്താവെ, നിന്റെ കൃപ ഇവരിലേക്ക് ഒഴുക്കണമേ. ദിവ്യഭിഷക്വരനായ ഈശോയെ, നിന്റെ ദുരരക്തത്താൽ കഴുകി ഇവരുടെ ആത്മീയവും ശാരീരികവും ഭൗതികവും മാനസികവുമായ അവസ്ഥകളിലേക്ക് കടന്നു വന്ന് കാരുണ്യത്താൽ നിറച്ച് വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമുക്ക് നമ്മുടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ ഇന്ന് നാം കേട്ട വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ തറച്ചു നിൽക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ തക്ക വിധം ഇറങ്ങിച്ചേട്ടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നിന്റെ കരുണയും മക്കളിലേക്ക് ധാരാളമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സമാധാനവും സ്നേഹവും ശാന്തയും കൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, വഴി നടത്തണമേ. ഞാൻ നിനക്ക് മുൻപേ പോയി മരകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യുമെന്നുള്ള ചെയ്ത തമ്പുരാനെ, നിന്റെ വചനാഭിഷേകത്താൽ ഈ മക്കളെ ഓരോരുത്തരെയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഈശോയെ തൊഴണമേ എന്നും നിന്റെ സാന്നിധ്യത്താൽ ഈ മക്കളെ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കുന്നവനായ തമ്പുരാനെ, നിന്റെ സന്നിധിയിലേക്ക് ഇവരെ ചേർത്ത് വെക്കുമ്പോൾ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത തുറക്കുന്നവരുമായ തമ്പുരാനെ, നിന്റെ ശക്തമായ ആത്മാവിനാൽ, നിന്റെ നല്ല ആത്മാവിനാൽ നിറച്ച് ഇവരെ വഴി നടത്തണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് മക്കളെ സമർപ്പിക്കുന്നു, ചേർത്ത് വയ്ക്കുന്നു. അമ്മ, ഈ ലോകത്തിൽ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി തമ്പുരാനോട് മാധ്യസ്ഥം ഉപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോമിശിഹായ്ക്ക്